സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസപരമായ വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കോളേജ് വിദ്യാർത്ഥികൾക്കാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാൻ പറ്റുക. പ്രതിവർഷം 20,000 രൂപയുടെ ആനുകൂല്യം. ഹയർ സെക്കൻഡറി VHC ബോർഡുകൾ 2024 നടത്തിയ 12ാം ക്ലാസ് പരീക്ഷയിൽ 80% മുകളിൽ മാർക്ക് നേടി ഏതെങ്കിലും റെഗുലർ ബിരുദ പ്രോഗ്രാമിന് ചേർന്നവർക്കാണ് അർഹത. പ്രായം 18നും 25നും ഇടയിലായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപയിൽ കവിയരുത്. കറസ്പോണ്ടൻസ്, ഡിസ്റ്റൻസ്, ഡിപ്ലോമ കോഴ്സുകാർക്കും മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്കും അർഹതയില്ല. ആകെ സ്കോളർഷിപ്പിൻ്റെ 50% പെൺകുട്ടികൾക്കും 15% SC വിഭാഗത്തിനും 7.5% ST വിഭാഗത്തിനും 27% OBC വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. ബിരുദതലം മുതൽ പരമാവധി 5 വർഷത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സുകൾക്കും ലഭിക്കും. ദേശീയ തലത്തിൽ ഓരോ വർഷവും 82,000 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ബിരുദതലത്തിൽ ഒരു വർഷം 12,000 രൂപയും ബിരുദാനന്തര ബിരുദതലത്തിൽ ഒരു വർഷം 20,000 രൂപ വീതവുമാണ് സ്കോളർഷിപ്പ്. വർഷം തോറും സ്കോളർഷിപ്പ് പുതുക്കേണ്ടതുണ്ട്. വാർഷിക പരീക്ഷയിൽ 50% മാർക്കും 75% ഹാജരും ഉള്ളവർക്ക് മാത്രമേ പുതുക്കാൻ കഴിയുകയുള്ളൂ. വിദ്യാർത്ഥിയുടെ പേരിൽ ദേശസാൽകൃത അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വേണം. സ്കോളർഷിപ്പ് തുക നേരിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 31-നാണ്. scholarship.gov.in എന്ന വെബ്സൈറ്റിൽ പുതിയ സ്കോളർഷിപ്പിനും നിലവിലുള്ള സ്കോളർഷിപ്പ് പുതുക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കാം. സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അനുബന്ധ രേഖകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം സ്ഥാപന മേധാവി മുമ്പാകെ സമർപ്പിക്കണം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.